ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാജിദ ബിബിൻ. ബേബി സ്മൈലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് വ്യത്യസ്തമായ ഒരു വെണ്ടയ്ക്ക കറിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇത് നമുക്ക് പലഹാരത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമ്മൾ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ സവോള, 3 പച്ചമുളക്, 2 വത്തൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മൾ മസാലക്കൂട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, തൈര്, കുറച്ച് തൈര് കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ആ വെണ്ടയ്ക്ക ഒന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമുക്കത് ഉടഞ്ഞു പോകാതെ കിട്ടും. നമ്മൾ ആദ്യം വെണ്ടയ്ക്ക മാത്രമായിട്ട് വഴറ്റിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി നമുക്ക് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ആ എണ്ണയിൽ തന്നെയാണ് സവോളയും ബാക്കി ചേരുവകളും ഇട്ട് റെഡിയാക്കി എടുക്കുന്നത്. നമുക്കിനി ശകലം പെരുംജീരകം ചേർക്കുന്നുണ്ട്. നമുക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം. നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. രണ്ട് പത്തൽമുളകും കൂടെ രണ്ടായിട്ട് മുറിച്ച് അതിനകത്തോട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് സാമ്പാറിലൊക്കെ ഇടുമ്പോഴാണെങ്കിലും ചേർക്കുന്ന ഇഷ്ടമില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. സവോള നല്ലതായിട്ട് വാടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, തൈരിനകത്ത് മിക്സ് ചെയ്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ശകലം വെള്ളം കൂടെ ഒഴിച്ച് മുഴുവനായിട്ട് ചേർത്ത് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ആവശ്യത്തിന് ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ശകലം ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ചപ്പാത്തിയോടെ കഴിക്കാനാണെങ്കിൽ നല്ലതായിരിക്കും. ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വയ്ക്കാം. നമ്മുടെ വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.